ഹായ് ഡിയേഴ്സ്, കാർത്തിക സ്റ്റിച്ചിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ അംബർല സ്കർട്ടിൻ്റെ കൂടെ ഇടാവുന്ന ഒരു അടിപൊളി ടോപ്പിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ്ങുമാണ് കാണിക്കുന്നത്. ഇതിൻ്റെ സ്ലീവിലും ഡിസൈൻ ചെയ്യുന്നുണ്ട്. 1.25 മീറ്റർ തുണിയാണ് ഞാൻ ഈ ടോപ്പ് തയ്ക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. വീതി കൂടുതൽ ഉള്ള മെറ്റീരിയലാണ്. 46 ഇഞ്ച് വീതിയുണ്ട് ഈ തുണിക്ക്. അതുകൊണ്ട് വീതിയെ 4ആയി മടക്കിയാണ് ഞാൻ ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്യുന്നത്. ഒരുമിച്ചാണ് ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്യുന്നത്. നെക്ക് അകലം 4 ഇഞ്ചാണ്. നെക്ക് ഇറക്കവും 4 ഇഞ്ച് തന്നെയാണ്. ആം ഹോൾ 5.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ചെസ്റ്റ് 11 ഇഞ്ച് ആണ് മാർക്ക് ചെയ്തത്. ഷേപ്പ് ലെങ്ത് 10 ഇഞ്ച്. ഹിപ്പിൻ്റെ അവിടെ 11 ഇഞ്ച് ആണ് മാർക്ക് ചെയ്യുന്നത്. ആം ഹോൾ 5.5 ഇഞ്ച് മാർക്ക് ചെയ്തെങ്കിലും ഷോൾഡർ ജോയിൻ ചെയ്യുന്ന സമയത്ത് 1 ഇഞ്ചും കൂടി ഇറക്കി വെട്ടുന്നുണ്ട്. അതിന് ശേഷമാണ് സ്ലീവ് ജോയിൻ ചെയ്യുന്നത്. സ്ലീവ് കട്ട് ചെയ്യുന്നതിന് വേണ്ടി 10 ഇഞ്ച് വണ്ണമിട്ടാണ് ഞാൻ സ്ലീവ് കട്ട് ചെയ്യുന്നത്. സ്ലീവിൻ്റെ ഇറക്കം 11.5 ഇഞ്ചാണ് എടുത്തത്. ഷേപ്പ് മാർക്ക് ചെയ്ത് സ്ലീവ് വെട്ടുന്നു. സ്ലീവ് നൂത്ത് വെച്ച് ഫ്രണ്ട് ഭാഗം 1/2 ഇഞ്ച് ഷേപ്പ് മാർക്ക് ചെയ്ത് വെട്ടണം. ലൈനിങ്ങും നല്ല പീസ് വെച്ച് കട്ട് ചെയ്തെടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ക്യാൻവാസിൽ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും കട്ട് ചെയ്തെടുക്കുക. അര ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എടുക്കുക. 4 ഇഞ്ച് നെക്കിൻ്റെ ഇറക്കം, 4 ഇഞ്ച് വിട്ടും മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുക. ക്യാൻവാസിൽ ഒരു പിൻ കുത്തി വെച്ചിട്ട് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറാതെ ഇരിക്കും. ബാക്ക് നെക്കും കട്ട് ചെയ്തെടുക്കുക. ബാക്ക് നെക്കിൻ്റെ ഇറക്കം 3 ഇഞ്ചാണ്. വിഡ്ത്ത് സെയിം തന്നെയാണ്. ഫ്രണ്ടിൻ്റെ തന്നെ അകലം തന്നെയാണ് വെച്ചിരിക്കുന്നത്, 4 ഇഞ്ച്. ക്യാൻവാസ് ലൈനിങ് മെറ്റീരിയൽ വെച്ച് ഒട്ടിച്ചതിന് ശേഷം ആണ് നെക്ക് തയ്ക്കുന്നത്. ലൈനിങ്ങും നല്ല പീസുമായിട്ട് ഒരുമിച്ച് പിൻ ചെയ്ത് വെച്ചതിന് ശേഷം നെക്ക് തയ്ക്കുകയാണ്. സെൻറ്ററിൽ വെച്ചതിന് ശേഷം തെന്നി മാറാതിരിക്കാൻ സെൻറ്ററിൽ കൂടെ തയ്ച്ചിട്ടാണ് നെക്ക് തയ്ക്കുന്നത്.
ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഷേപ്പിൽ ഇരിക്കാൻ മടക്കി വെക്കാൻ നല്ല എളുപ്പമാണ്. ഒന്ന് പതിച്ച് തയ്ക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ലൈനിങ്ങിലോട്ട് ക്യാൻവാസ് തയ്ച്ച് പിടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഹെമ്മിങ് ചെയ്യാതെ ഇരിക്കാൻ പറ്റും. അതിനുശേഷം ലൈനിങ്ങും നല്ല തുണിയുമായിട്ട് തയ്ച്ച് പിടിപ്പിക്കണം. ലൈനിങ്ങിൻ്റെ അടിവശം 1 ഇഞ്ച് മടക്കി തയ്ച്ചിട്ടാണ് നമ്മൾ ലൈനിങ്ങും നല്ല തുണിയുമായിട്ട് തയ്ച്ച് പിടിപ്പിക്കുന്നത്. അധികമായിട്ട് നിൽക്കുന്ന ലൈനിങ് തുണി നമ്മൾ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ബാക്ക് നെക്കും ഫ്രണ്ട് നെക്ക് തയ്ച്ച അതേ രീതിയിൽ തന്നെ തയ്ക്കുകയാണ്. ഈ ടോപ്പിൻ്റെ ബാക്കിൽ നമ്മൾ സിബ് തയ്ക്കുന്നുണ്ട്. സിബ് വെക്കുന്നതിനായിട്ട് ബാക്ക് പീസ് സെൻറ്ററിൽ കൂടി മടക്കിയതിന് ശേഷം എത്ര ഇഞ്ച് നീളത്തിലാണോ നമ്മൾ സിബ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അത്രയും നീളത്തിൽ കട്ട് ചെയ്യണം. ചുരിദാർ സിബാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. കട്ട് ചെയ്തതിന് ശേഷം ലൈനിങ്ങും നല്ല തുണിയുമായിട്ട് തയ്ച്ച് പിടിപ്പിക്കണം, തെന്നി മാറാതിരിക്കാൻ വേണ്ടിയിട്ട്. സിബ് വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ വശങ്ങൾ നന്നായിട്ട് മടക്കി തയ്ക്കണം. അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത് സിബിൻ്റെ നീളത്തിൽ കട്ട് ചെയ്യണം. ബാക്ക് പീസിൻ്റെ നല്ല വശത്ത് വെച്ച് നമ്മളത് തയ്ച്ച് തിരിച്ചിടണം. തയ്ച്ച് വരുമ്പം താഴെ അറ്റം വി ഷേപ്പ് വരച്ചിട്ട് വേണം നമ്മൾ തയ്ക്കാൻ. അപ്പോൾ അവിടെ ചുളുങ്ങി നിൽക്കത്തില്ല. അതിനുശേഷം ഒതുക്കം തയ്ക്കണം. സിബ് വെക്കുന്നതിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് പൈപ്പിംഗ് ഫുഡാണ്. സിബ് ഓപ്പൺ ചെയ്തിട്ട് ഒരു വശം താഴെ വരെ തയ്ക്കണം. അരികിനൂടെ ചേർത്ത് വേണം തയ്ക്കാൻ.
താഴെ എത്തുമ്പോൾ നമ്മൾ ആ സിബ് ലോക്ക് ചെയ്തിട്ട് വേണം തയ്ക്കുന്നതിന്. വലിച്ചു പിടിക്കാതെ തയ്ക്കണം, അല്ലെങ്കിൽ നെക്ക് തമ്മിൽ വ്യത്യാസം വരും മുകൾ വശം. ക്യാൻവാസ് മറിച്ചിട്ട് തയ്ക്കുകയാണ്. ഒന്നുകൂടി ഞാൻ തയ്ക്കുന്നുണ്ട്, അപ്പോൾ ഹെമ്മിങ് ചെയ്യാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യുകയാണ്. ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒരുപോലെ പിടിച്ച് വെച്ച് 1/2 ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യണം. ഷോൾഡർ ബാക്ക് പീസിലോട്ട് വെച്ച് ഒന്ന് പതിച്ച് തയ്ക്കുന്നുണ്ട്, ഒതുങ്ങിയിരിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇനി സ്ലീവ് തയ്ക്കുകയാണ്. സ്ലീവിന് ലൈനിങ്ങും കൂടി, ലൈനിങ് നല്ല വശത്ത് വെച്ച് തയ്ച്ച് തിരിച്ചിടുകയാണ്. അടിഭാഗം 2 തവണ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്യുകയാണ്. സ്ലീവിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത് നമ്മൾ ക്യാൻവാസിൽ ഷേപ്പ് ഡിസൈൻ ചെയ്യുകയാണ്. 1/2 ഇഞ്ച് മുകളിലും താഴെയും ഗ്യാപ്പ് വിടണം. ക്യാൻവാസ് 2ആയിട്ട് തന്നെ മടക്കി വെച്ച് കട്ട് ചെയ്യണം. അപ്പം 2 കൈക്കും ഒരേ ഇതിൽ നമുക്ക് വെട്ടിയെടുക്കാൻ പറ്റും. ഒരിഞ്ച് വീതിക്കോ 1.5 ഇഞ്ച് വീതിക്കോ അത് നമ്മുടെ ഇഷ്ടമനുസരിച്ചാണ് കട്ട് ചെയ്യുന്നത്. രണ്ട് സ്ലീവിലേക്കുമുള്ള ക്യാൻവാസ് കട്ട് ചെയ്തെടുത്തു. ഇത് നമ്മൾ ലൈനിങ് മെറ്റീരിയൽ തയ്ച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടി നമ്മളൊരു നാട തയ്ക്കുന്നത് പോലെ വീതി കുറച്ച് തയ്ച്ചെടുക്കണം. സ്ലീവിൻ്റെ സെൻറ്ററിൽ നമ്മൾ കട്ട് ചെയ്തെടുത്ത ക്യാൻവാസിൻ്റെ പീസ് വെച്ച് ഇതിൻ്റെ സെൻറ്ററിൽ തന്നെ തയ്ച്ച് പിടിപ്പിക്കണം.
4 വശവും കട്ട് ചെയ്ത് അകത്തേക്ക് മറിച്ചിടാം. 2 ഇഞ്ച് നീളത്തിലാണ് ഞാൻ ഈ നാട കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് നമ്മളൊരു പേപ്പറിൽ വെച്ച് തയ്ച്ച് പിടിപ്പിക്കുകയാണ്. കട്ടിയുള്ള പേപ്പറാണ്, ന്യൂസ് പേപ്പർ ആയാലും മതി. രണ്ട് സ്ലീവിനും തയ്ച്ചെടുക്കണം. ഇങ്ങനെ തയ്ച്ചെടുത്ത് അതിന് ശേഷം നമ്മളിത് സ്ലീവിൻ്റെ കട്ട് ചെയ്ത ഭാഗത്ത് വെച്ച് തയ്ച്ച് പിടിപ്പിക്കണം. ഇൻഡു ഷേപ്പിലാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുത്തത്. സ്ലീവിൻ്റെ നടുക്ക് നമ്മൾ കട്ട് ചെയ്ത ഭാഗം, ക്യാൻവാസ് വെച്ച ഭാഗം ഒതുക്കി തയ്ക്കുന്നുണ്ട്. സ്ലീവുമായിട്ട് നമ്മൾ പേപ്പറിൽ തയ്ച്ചെടുത്ത ഇത് ജോയിൻ ചെയ്യുകയാണ്. ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് പേപ്പർ മുറിച്ച് കളയാവുന്നതാണ്. ആം ഹോൾ ഞാൻ 1 ഇഞ്ച് കൂടി ഇറക്കി കട്ട് ചെയ്തിട്ടാണ് സ്ലീവ് ജോയിൻ ചെയ്യുന്നത്. ഫ്രണ്ട് ഭാഗം 1/2 ഇഞ്ച് കട്ട് ചെയ്തിട്ടുണ്ട്. ഡോട്ട് തയ്ക്കുന്നത് ഞാൻ കാണിക്കാൻ വിട്ടുപോയി. ഫ്രണ്ട് പീസിൽ നമ്മൾ ഡോട്ട് തയ്ക്കുന്നുണ്ട്. ഷോൾഡർ ജോയിൻ ചെയ്യുകയാണ് സ്ലീവുമായിട്ട്. സെൻറ്ററിൽ നിന്ന് 2 വശത്തേക്കും സ്ലീവ് ജോയിൻ ചെയ്തതിന് ശേഷം ഷേപ്പ് ചെയ്യുകയാണ്. രണ്ടര ഇഞ്ച് ഉയരത്തിൽ ഞാനൊരു സ്ലിറ്റ് ഇടുന്നുണ്ട്. ചുരിദാറിന് സ്ലിറ്റ് തയ്ക്കുന്നത് പോലെ തന്നെയാണ് ഇതിൻ്റെയും സ്ലിറ്റ് ചെയ്യുന്നത്. താഴ്ഭാഗം മടക്കി തയ്ക്കുകയാണ്. ഫ്രണ്ടും ബാക്കും മടക്കി തയ്ക്കാം. നെക്കിലും സ്ലീവിലും മുത്ത് തയ്ക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടി.